കഴിഞ്ഞ 2 മാസമായി സൂപ്പർ ഹിറ്റായി പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കോഴിക്കോട് പറമ്പിൽ ബസാർ ബസ് സ്റ്റാൻഡിനുള്ളിലൊരു കമ്മ്യൂണിറ്റി കിച്ചണിലേക്കാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. ഇവിടെ ഓട്ടോ ഗുഡ്സ് ഡ്രൈവർമാരെല്ലാവരും കൂടെ ചേർന്നിട്ടുണ്ടാക്കിയ ഒരു കമ്മ്യൂണിറ്റി കിച്ചണാണിത്. അപ്പോൾ ഇവർ ചിലവ് ചുരുക്കലിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു കമ്മ്യൂണിറ്റി കിച്ചൺ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. എന്താണ് ഇവിടുത്തെ വിശേഷങ്ങളെന്നൊക്കെ നമുക്ക് കണ്ടറിയാം. സൗഹൃദത്തിൻ്റെ ചേരുവകളെല്ലാം സമാസമം ചേർത്ത് ഒരു സാമൂഹിക അടുക്കള 2 മാസം കൊണ്ട് സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്നു. കോഴിക്കോട് പറമ്പിൽ ബസാറിലെ ഓട്ടോ ടാക്സി ഗുഡ്സ് ഡ്രൈവർമാരാണ് ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി 2 നേരത്തെ ഭക്ഷണം ഈ അടുക്കളയിലാക്കാൻ തീരുമാനിച്ചത്. ആ തീരുമാനം ഏറെ ഉചിതമായെന്ന് മാത്രമല്ല, നാടെങ്ങും ഈ അടുക്കള വിശേഷം എത്തുകയും ചെയ്തു. പറമ്പിൽ ബസാർ മോട്ടോർ തൊഴിലാളി ടാക്സി ഗുഡ്സ് ഡ്രൈവർമാരുടെ കോർഡിനേഷൻ കമ്മിറ്റിയാണ് പറമ്പിൽ ബസാർ ബസ് സ്റ്റാൻഡിനുള്ളിൽ കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിച്ചത്. ഓരോ ദിവസവും വ്യത്യസ്തമാർന്ന വിഭവങ്ങളടങ്ങിയ പ്രഭാത ഭക്ഷണവും വൈകുന്നേരങ്ങളിലെ ചായയും കടിയുമാണ് ഇവിടെ എല്ലാവരും ചേർന്നുണ്ടാക്കുന്നത്. ഓട്ടത്തിനിടയിൽ മറ്റ് ഹോട്ടലുകളിലൊന്നും കയറാതെ എല്ലാവരും ഇവിടെ എത്തി കൂട്ടത്തോടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ജോലി സമയങ്ങളിലെ ആശ്വാസം കൂടിയാവുകയാണിവർക്ക്. തൊഴിലിനോടൊപ്പം തന്നെ സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവമാണ് ഈ സംഘടന. എന്നാൽ ഇപ്പോൾ ഓട്ടം കുറഞ്ഞു. ഭക്ഷണ ചെലവിനും കൂടെ ഉള്ളത് താങ്ങാൻ കഴിയാതെ വന്നതോടെയാണ് കമ്മ്യൂണിറ്റി കിച്ചൺ ഉണ്ടായതെന്ന് കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹി ഫസലുർ റഹ്മാൻ പറയുന്നു. ഇത് ഞങ്ങൾ ഒരു 2 ആഴ്ചത്തോളമായിപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങിയിട്ട്. അപ്പോൾ അത് എന്താ പറഞ്ഞാൽ, ഒന്നാമത്തത് പണീൻ്റെ കുറവുണ്ട്. ഈ നിർമ്മാണ മേഖലകളൊക്കെ തകർന്നു കൊണ്ടിരിക്കുകയാണ്, പണിയില്ല. അതുകൊണ്ട് ചിലവ് ചുരുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഇങ്ങനൊരു പരിപാടി തുടങ്ങിയിട്ടുള്ളത്. ഈ പരിപാടിയിൽ രാവിലെ വരുന്ന ആളുകൾ ഒരു ചെറിയൊരു സംഖ്യ എടുത്ത് ഒന്നായിട്ട് സാധനം വാങ്ങി ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുകയാണ് എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഇതിലുള്ളത്. പുറത്തുനിന്ന് കഴിക്കുമ്പോൾ എങ്ങനെ ആയാലും ഒരു ആൾക്ക് ഒരു 100 രൂപയുടെ പുറത്ത് വരും. അതുകൊണ്ട് അതിൽ നിന്ന് ചിലവ് ചുരുക്കിയിട്ട് ഇവരെല്ലാവരും കൂടി ഒരുമയോട് കൂടി ഭക്ഷണം കഴിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഇതിലുണ്ട്. വെളുക്കുമ്പം കുളിക്കുവാൻ പോകുന്ന വഴിവക്കിൽ വേലിക്കൽ നിന്നവനെ, കൊച്ചു കിളിച്ചുണ്ടൻ മാമ്പഴം കടിച്ചും കൊണ്ടെന്നോട് കിന്നാരം പറഞ്ഞവനെ, എന്നോട് കിന്നാരം പറഞ്ഞവനെ.